ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും നമുക്ക് അടുക്കളയിൽ നിന്ന് തിരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനൊരു 1/2 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല പോലെ കുതിർത്തിയെടുക്കണം കേട്ടോ. കുതിരാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കടല വെന്ത് കിട്ടൂല. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ സവാള, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും കൂടെ ചേർക്കാം കേട്ടോ. എല്ലാം കൂടെ ചതച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. പച്ചമുളകും അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനിയൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുതിർന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ അളവിന് ഇരട്ടിയായിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പൊടി ചേർത്തിട്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടി പിടിക്കാനുള്ള ആ ഒരു പാകമാവുമല്ലോ, ആ ഒരു പാകം വരെ മാത്രമേ നമ്മൾ പൊടി ചേർക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ കടലയുടെ ആ ഒരു നനവ് തന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് നല്ല പോലെ കുഴച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ വേണമെങ്കിൽ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു എണ്ണമയം പുരട്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് നല്ല പോലെ അമർത്തിയിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ ഇനി അത്രയും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ലറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ വടയുടെ ഷേപ്പിൽ അങ്ങോട്ട് ഷേപ്പാക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി. ഞാനിതുപോലെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഷേപ്പിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ. കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ. ടേസ്റ്റൊക്കെ സെയിമാണ് എങ്ങനെ ഉണ്ടാക്കിയാലും. പിന്നെ നമ്മൾ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടാൻ. അപ്പോൾ പരന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് സവാള, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിടാൻ തന്നെ കാരണം എന്താണ്, നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ മുറിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പാക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പാക്കിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്കതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു ഭാഗം നല്ല പോലെ ആയി വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. നല്ല ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ നിങ്ങൾക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ആകുമ്പോൾ നമുക്ക് ഓയിലിനെ കോരി മാറ്റാം. കാണുമ്പോൾ നിങ്ങൾക്ക് പരിപ്പ് വടയുടെ പോലെയൊക്കെ തോന്നുകയാണെങ്കിലും കഴിക്കുന്ന സമയത്ത് പരിപ്പ് വടയും ബജിയുടെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ കടലൊക്കെ നല്ല ക്രിസ്പായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.